മഴക്കെടുതി അവലോകന യോഗത്തിൽ ക്ഷണിച്ചില്ല എന്ന കോന്നി എം.എൽ.എ. ജനീഷ് കുമാറിന്റെ പരാതിയിൽ മറുപടി നൽകി മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. യോഗത്തിൽ എം.എൽ.എമാരെ ആരെയും ക്ഷണിച്ചിരുന്നില്ലെന്നാണ് വിശദീകരണം. ദുരന്ത മേഖലയിൽ സെറ്റിട്ടാണ് മുഖ്യമന്ത്രി എത്തിയത് എന്ന ജനീഷ് കുമാറിന്റെ വിമർശനത്തിലും മുഖ്യമന്ത്രി വ്യക്തത വരുത്തി. ദുരന്തമുഖത്തും ഇത്തരം രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുന്ന മുഖ്യമന്ത്രിയുടെ ശ്രമം അങ്ങേയറ്റം ഹീനമാണ്. ഫോട്ടോ എടുത്തു, വീഡിയോ പിടിച്ചു, അദ്ദേഹം മടങ്ങി. പോയിടത്തെല്ലാം ഇതേപോലെയുള്ള ലൊക്കേഷനുകളായിരുന്നു അദ്ദേഹം സെറ്റ് ചെയ്തിരുന്നത്. എല്ലാം സെറ്റായിരുന്നു ഷൂട്ടിംഗ്. അല്ല അത് ഞങ്ങളെ എം.എൽ.എമാരെ ക്ഷണിച്ചിരുന്നില്ല. ആ മീറ്റിങ്ങിൽ എല്ലാ ജില്ലാ കളക്ടറെയും ചാർജുള്ള മന്ത്രിയെയും എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെ, ഞാൻ താഴെ തട്ടിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വിളിക്കരുതെന്നുകൂടി പറഞ്ഞു. മീറ്റിംഗ് അത് അവിടുത്തെ സിസ്റ്റത്തെ ബാധിക്കും, ജില്ലയിലെ ഹെഡ് മാത്രം. കാരണം അവർക്ക് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ എം.എൽ.എമാരെ ആരെയും ആ പരിപാടിക്ക് ക്ഷണിച്ചിരുന്നില്ല. കുറച്ച് പേര് വന്നു, അത്രയേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ രൂക്ഷമായ പ്രശ്നമുണ്ടായ ആറന്മുളയിലും അതുപോലെ റാന്നിയിലും ഏറ്റവും കൂടുതൽ ക്യാമ്പുകളുള്ള തിരുവല്ലയിലാണ് പോയത്. ഞാൻ കോന്നിയിലും പോയില്ല, അടൂരും പോയില്ല. ഇപ്പോൾ കോന്നി എം.എൽ.എയുടെ പരിഭവം എന്താണ്, അതിന്റെ അടിസ്ഥാനമുണ്ടോ എന്ന് അടക്കം നമുക്ക് പരിശോധിക്കണം. കെ.യു. ജനീഷ് കുമാർ തത്സമയം മാതൃഭൂമി ന്യൂസിനോടൊപ്പം ചേരുന്നുണ്ട്. കെ.യു. ജനീഷ് കുമാർ, ഒരു ദുരന്തമുഖത്താണ് നിൽക്കുന്നത്. അതിന്റെ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനിടെയാണ് മുഖ്യമന്ത്രി അവിടേക്ക് 2-3 ദിവസത്തിനകം എത്തുന്നത്. കഴിഞ്ഞ ദിവസം എത്തുമ്പോൾ എം.എൽ.എമാരെ കണ്ടു. അവിടെയുണ്ട മറ്റ് എം.എൽ.എമാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. കോന്നി എം.എൽ.എയുടെ സാന്നിധ്യമില്ലായിരുന്നു. കോന്നിയിലേക്ക് അദ്ദേഹം എത്തിയില്ല എന്ന പരിഭവം എന്തുകൊണ്ടാണ് അങ്ങേക്ക് പറയേണ്ടി വരുന്നത്? തീർച്ചയായും ഈ ദുരന്തം അതിജീവിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്ന ഈ ഘട്ടത്തിലല്ല ഒരു ഘട്ടത്തിലും ഇത്തരം രാഷ്ട്രീയ വിമർശനങ്ങൾ നടത്തണമെന്ന് ആഗ്രഹിച്ച ഒരാളല്ല ഞാൻ. പക്ഷെ ദൗർഭാഗ്യവശാൽ ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്തനംതിട്ടയിലേക്ക് വന്നത് കോന്നി വഴിയാണ്. കോന്നി വഴി പോകുമ്പോൾ ആ കോന്നിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വണ്ടി നിർത്തി ഒന്ന് നോക്കിയാൽ തന്നെ ഏക്കർ കണക്കിന് കർഷകരുടെ കൃഷി നശിച്ചു കിടക്കുന്ന കാഴ്ച അദ്ദേഹത്തിന് കാണാൻ കഴിയുമായിരുന്നു. കോന്നിയിൽ വഴി പോയിട്ട് പോലും കോന്നിയിൽ അദ്ദേഹം ഒരു മിനിറ്റ് ഒന്ന് ഈ ദുരന്ത മേഖല കാണുവാൻ തയ്യാറായിട്ടില്ല. കോന്നിയെ സംബന്ധിച്ചിടത്തോളം 3 സ്ഥലത്താണ് വലിയ ഉരുളുകൾ പൊട്ടിയിട്ടുള്ളത്. കൊക്കാത്തോട്ടിലും തേക്കുതോട്ടിലും വയ്യാറ്റുപുഴയിലും. അതോടൊപ്പം തന്നെ 8ഓളം വീടുകൾ പൂർണ്ണമായി തകർന്നു. നിരവധി വീടുകൾ ഭാഗികമായി തകർന്നു. സംരക്ഷണ ഭിത്തി പോയി, മണ്ണ് ഇടിഞ്ഞ് വീടിന് മുകളിൽ കിടക്കുന്നു. 16ഓളം റോഡുകൾ തകർന്നു. ആ റോഡുകൾ, പല റോഡുകളും ഇപ്പോഴും ഗതാഗതയോഗ്യമായിട്ടില്ല. നിരവധി സ്ഥലത്ത് വെള്ളം കയറി. ആ നിലയിൽ 2 വെള്ളക്കയറ്റവും മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും എല്ലാം ഉണ്ടായ ഒരു സ്ഥലത്തു കൂടി സന്ദർശിച്ചപ്പോഴെങ്കിലും അദ്ദേഹം ബാക്കി 3 സ്ഥലത്തും പോയി. ദുരിതമുള്ള ആറന്മുളയിലും റാന്നിയിലും അദ്ദേഹം തിരുവല്ലയിലും പോയി. അതോടൊപ്പം തന്നെ ഇതിനകത്ത് പരിഭവമല്ല, എന്നെ അറിയിക്കുക എന്നുള്ളത്, ഞാൻ LDFൻ്റെ MLA ആയതുകൊണ്ട് എന്നെ ഒഴിവാക്കപ്പെടേണ്ട കാര്യമുണ്ടോ? പരിഭവമല്ല. എനിക്ക് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞല്ലോ, ജില്ലാതല ഓഫീസർമാർ പങ്കെടുക്കുന്ന മീറ്റിങ്ങിൽ പങ്കെടുത്താൽ ഗ്രൗണ്ടിൽ, ഫീൽഡിൽ പല വകുപ്പുകളുമില്ല. ആ പോരായ്മ അവിടെ ചൂണ്ടിക്കാട്ടാൻ വേണ്ടി കഴിയും. ഇപ്പോൾ വൈദ്യുതി വകുപ്പിൽ മുമ്പ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണ്? മൊത്തം ഒരുപാട് പോസ്റ്റുകൾ ഒടിഞ്ഞു, ലൈനാകെ പോയി, വല്ലാണ്ട് പ്രയാസം. അപ്പം നമ്മൾ മുമ്പ് ചെയ്യുന്നത് എന്താ? പുറത്തുനിന്ന് ഉദ്യോഗസ്ഥരെ കൊണ്ടുവരും. പക്ഷെ ഇവിടെ 6ഉം 7ഉം 10ഉം ഉദ്യോഗസ്ഥരുള്ളിടത്താണ് അവരെ വെച്ചാണ് ഈ പറയുന്ന 300 ക്യാബിനറ്റിന് ശേഷമുള്ള ബ്രീഫിംഗിൽ ഈ വിഷയം ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടി അങ്ങയിൽ ശ്രദ്ധയിൽപ്പെട്ടുകയാണ്. MLA-മാരെ ആരെയും ഈ കാര്യത്തിൽ ക്ഷണിച്ചിരുന്നില്ല എന്ന മറുപടിയാണ് അദ്ദേഹം നൽകിയത്. അത് കേൾക്കുമ്പോൾ അങ്ങേക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് അക്കാര്യത്തിൽ, മുഖ്യമന്ത്രിയുടെ മറുപടിയുമായി ബന്ധപ്പെട്ട്? അല്ല, അത് അദ്ദേഹം വളരെ ഭംഗിയായി എല്ലാ വിഷയത്തിനും നന്നായി കള്ളത്തരം പറഞ്ഞ് ഫലിപ്പിക്കാൻ പ്രത്യേക ഒരു കഴിവുള്ള വ്യക്തിയാണെന്ന് ഇപ്പോൾ നമ്മൾ ആരെയും പഠിപ്പിക്കേണ്ടതില്ല. മറ്റ് 4 MLA-മാർ അവിടെ എത്തി.
എങ്ങനെ എത്തി? ആ മീറ്റിംഗ് ഉണ്ടെന്ന് എങ്ങനെ അറിഞ്ഞു? മറ്റ് 4 MLA മാർ, അടൂർ MLA ഉൾപ്പെടെ എത്തി. അപ്പോൾ കോന്നി MLA മാത്രം വിളിച്ചില്ല. ഇതിനുശേഷം വൈകിട്ട് ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു എന്നാണ് അവരെന്നോട് പറഞ്ഞത്. കോന്നി MLA അറിയിക്കേണ്ടതില്ല എന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ധാരാളം പോരായ്മകൾ ഈ ഏകോപനത്തിൻ്റെ കാര്യത്തിലുണ്ട്. അതെല്ലാവർക്കും, ഇവിടെയുള്ള മീഡിയക്കാർക്കറിയാം, നാട്ടിലെ ജനങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാം. ആ പോരായ്മകൾ അവിടെ ചൂണ്ടിക്കാട്ടിയാൽ പ്രശ്നമാകുമോ എന്ന ഒരു ഭയത്താലാണ് അദ്ദേഹം ഒഴിവാക്കപ്പെട്ടത്. ഇപ്പോൾ കണക്കുകൾ പോലും വ്യക്തമായി എടുക്കുന്നില്ലെന്ന്. ഇത് ആരോട് പരാതി പറയാൻ പറ്റും? കണക്കുകൾ എടുക്കുന്നില്ല. ഇവരെവിടുന്നോ ശൂന്യതയിൽ നിന്നുള്ളൊരു കണക്കങ്ങ് പറയുക. ഒരു കണക്കും ഇതുമായി യോജിക്കുന്നതേ അല്ല. ഇപ്പോൾ കൃഷി വകുപ്പിൻ്റെ പല ഓഫീസർമാരില്ല, പലയിടത്തും വില്ലേജ് ഓഫീസർമാരില്ല, പലയിടത്തും പഞ്ചായത്ത് സെക്രട്ടറിമാരില്ല. അപ്പോൾ ഇതിൻ്റെ എപ്പോഴും ഇവർ കണക്കെടുക്കാനാ? നഷ്ടപരിഹാരം കൊടുക്കണമെങ്കിൽ ആദ്യം കണക്കെടുക്കണ്ടേ? ഒരുപാട് കൃഷിഭൂമികൾ നശിച്ചു. ഏക്കർ കണക്കിന് കൃഷിഭൂമിയാണ് ഉരുൾപൊട്ടി ഒലിച്ചു പോയത്. ഇതെല്ലാം നാട്ടുകാരുടെ തന്നെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന ഇത്രയും പ്രവർത്തനങ്ങളെല്ലാം നടത്തിയത്. ഗവൺമെൻറ് സംവിധാനങ്ങളെല്ലാം നോക്കുകുത്തിയായിട്ടിരിക്കുകയാണ്. അവിടെ ശ്രീ ജിനീഷേ, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി PC വിഷ്ണുനാഥ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതൊക്കെ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ അദ്ദേഹം റൂമെടുത്ത് ഉറങ്ങുകയാണ് എന്നൊരാരോപണം പറയാനിടയാക്കിയ ബോധ്യം എന്താണ് അങ്ങയുടെ? അല്ല, അതിനകത്തെ ഇപ്പം നമ്മൾ എങ്ങനെയാണ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി ഇവിടെ വരുന്നു, എങ്ങനെയാണ് ഏകോപനം ഉണ്ടാക്കേണ്ടത്? ഏകോപനം ഉണ്ടാക്കേണ്ടതെന്ന് വെച്ചാൽ മുമ്പൊക്കെ ഉണ്ടായിരുന്നല്ലോ, എല്ലാ ദിവസവും വൈകിട്ട് ഓൺലൈൻ മതി. ഒരു അരമണിക്കൂർ ഒരു മീറ്റിംഗ് കൂടി ഓരോ പ്രദേശത്തെയും സാഹചര്യങ്ങൾ വിലയിരുത്തുക. അദ്ദേഹം ഇന്ന് രാവിലെ ഒരു മാധ്യമത്തോട് സംസാരിക്കുകയാണ്, കോന്നിയിൽ കാര്യമായ പ്രശ്നമില്ല എന്ന് വെച്ചാൽ. ഒരു കാര്യം ചോദിച്ചോട്ടെ, മുഖ്യമന്ത്രിയുടെ കാര്യം മാറ്റി നിർത്തുക. താങ്കളെ ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി, അവിടുത്തെ ജനപ്രതിനിധി എന്ന നിലയിൽ എപ്പോഴെങ്കിലും ബന്ധപ്പെട്ടിരുന്നോ? അല്ല, ഞാൻ 1-2 തവണ ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹത്തെ അങ്ങോട്ട് ബന്ധപ്പെട്ടിരുന്നു. അദ്ദേഹം ഒരു തവണ എന്നെ ഇങ്ങോട്ട് വിളിച്ചു. അത് അദ്ദേഹം കോന്നിയിൽ ഒരു യോഗം കൂടാൻ 3 മണിക്ക് വരുന്നുണ്ട് എന്ന് പറയാൻ. അപ്പോൾ ഞാൻ കൊക്കാത്തോടെന്ന് പറഞ്ഞ സ്ഥലത്ത് ഉരുള് പൊട്ടിയെടുത്ത് നിൽക്കുക. 2 മണിക്കാണ് എന്നെ വിളിക്കുന്നത്. ഞാൻ എത്തി. പ്രഹസനമായിരുന്നു യോഗം. കാരണം നമ്മൾ വരുന്ന എന്താ, പഞ്ചായത്ത് പ്രസിഡന്റ്, ജനപ്രതിനിധികൾ, ഓഫീസർ, മണ്ഡല, താലൂക്ക് തല ഓഫീസർമാരെല്ലാം പങ്കെടുക്കുമെന്നാണ്. അവിടെ ചെന്നപ്പോൾ UDFൻ്റെ ഘടകകക്ഷി നേതാക്കന്മാരെല്ലാവരും ഉണ്ട്. അവരുടെ കൂടെ ഇരുന്ന് മീറ്റിംഗ് കൂടുക. ഒരു തരത്തിലും ഇതിൻ്റെ ഫലപ്രദമായ ഒരു നിർദ്ദേശവും പറയാനോ ഒന്നും ഒരു സാഹചര്യമില്ല. വന്നു പോയി. ഞാൻ പറഞ്ഞു, നമുക്ക് ഈ പറഞ്ഞ സ്ഥലങ്ങൾ പോകണം, എങ്കിലേ ഭീകരാവസ്ഥ മനസ്സിലാവത്തുള്ളൂ. ഈ ഇപ്പോൾ നിങ്ങൾ സ്റ്റുഡിയോയിൽ ഇരുന്ന് കാണുന്നത് പോലെ അദ്ദേഹം ഇവിടുത്തെ ഉരുൾപൊട്ടിയ സ്ഥലങ്ങൾ, മണ്ണിടിച്ച സ്ഥലങ്ങൾ ഒക്കെ ആ ടിവിയിൽ കാണുന്നുണ്ടാവാം. അതിനപ്പുറം അദ്ദേഹത്തിന് ഈ ഫീൽഡിൽ നടക്കുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് മനസ്സിലാവുന്നില്ല. അതല്ലെങ്കിൽ അദ്ദേഹം ഇങ്ങനെ പറയില്ലല്ലോ. എന്ത് ഏകോപനം? ആകെ കൂടിയ ഒരു മീറ്റിംഗ് അല്ലാതെ ഒരു മീറ്റിംഗ് കൂടുന്നില്ല. എങ്ങനെയാണ് ഏകോപനം നടത്തേണ്ടത്? അപ്പൊ ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ടല്ലേ ഏകോപനങ്ങൾ? അങ്ങയിലേക്ക് അടുത്ത ഊഴമെത്താം. ശ്രീ വിജയ് ഇന്ദുചൂടൻ, കോൺഗ്രസ് നേതാവ് കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ വിജയ് ഇന്ദുചൂടൻ, താങ്കൾ ഉൾപ്പെടെ ദുരന്തമുഖത്ത് നിൽക്കുന്ന ആളുകളാണ്. ഇപ്പോൾ MLA ചൂണ്ടിക്കാട്ടിയത് അത് വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. കാരണം ഒരു മണ്ഡലം എന്ന് പറയുമ്പോൾ കോന്നി പോലെ ഒരു മണ്ഡലത്തിൽ ഇത്രയധികം ജനങ്ങളുണ്ട്, ഗ്രാമീണ മേഖലയാണ്, ഉൾനാടൻ പ്രദേശങ്ങളാണ്. അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായാൽ, മഴ പെയ്താൽ ഉണ്ടാകാവുന്ന സാഹചര്യം ബോധ്യപ്പെടുമ്പോൾ അവിടെ ജില്ലയുടെ ചുമതലയുടെ മന്ത്രിയെക്കുറിച്ചുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. അവിടെ മുഖ്യമന്ത്രി വന്നു കഴിഞ്ഞാൽ, നമുക്കറിയാം റാന്നി ആയാലും കോന്നി ആയാലും ഡിസ്റ്റൻസ് 22-23 കിലോമീറ്റർ ആയിരിക്കണം ഏകദേശം ഡിസ്റ്റൻസ്. മാത്രമല്ല അതുവഴി പോവുകയാണ്. പോകുന്ന വേളയിൽ പോലും അവിടെ ഒന്ന് ഇറങ്ങി, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ജനപ്രതിനിധി, അല്ലെങ്കിൽ ജനപ്രതിനിധിയെ കാണണമെന്നില്ല, അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കൺമുന്നിലൂടെയാണ് ഈ നശിച്ച കൃഷിയിടങ്ങളൊക്കെ കണ്ടുപോകുന്നത് എന്ന് പറയുമ്പോൾ അത് ബോധപൂർവം തമസ്കരിക്കുകയായിരുന്നു. അവിടെ ഉള്ള MLA ഇടതുപക്ഷ MLA ആണ്, ഏക MLA ആണ് ജില്ലയിലെ. അദ്ദേഹത്തിൻ്റെ മണ്ഡലം അങ്ങനെയെങ്കിൽ അങ്ങനെ ആയിപ്പോട്ടെ എന്ന രീതിയിലൊരു നിലപാടെടുക്കുകയായിരുന്നു. അതല്ല, അവിടെയുള്ള ആളുകൾ പരിഭവങ്ങൾ ഒരുപാട് അവർക്ക് പറയാനുണ്ട്. അത് കേൾക്കാനുള്ള താല്പര്യമില്ലായ്മ കൊണ്ടാണോ ഇങ്ങനെ പോയത്? ബോധപൂർവമായിരുന്നോ?
എന്താണ് ജനീഷ് MLA ആരോപണങ്ങൾക്ക് മറുപടി കോൺഗ്രസ്? അല്ല, ഞാൻ വിളിച്ചപ്പോ തന്നെ അറിയാം, ഞാൻ ദുരന്തമുഖത്ത് നിൽക്കുകയാണ് ഇപ്പോഴും. ഈ പറയുന്ന ആറന്മുളയും കോഴഞ്ചേരിയും അടക്കമുള്ള നാൽക്കാലിക്കലും അതുപോലെ തന്നെ നീർവിളാകം അടക്കമുള്ള ആറന്മുളയുടെ പരിസര പ്രദേശങ്ങളിലാണ് ഞാൻ ഇപ്പോഴും നിൽക്കുന്നത്. ഈ ചർച്ച നടക്കുമ്പോൾ പോലും കോന്നി നിയമസഭാ മണ്ഡലത്തിന് 2 പ്രാവശ്യം പരിപൂർണമായി പ്രതിനിധീകരിച്ച അവരുടെയൊക്കെ പ്രിയങ്കരനായിട്ടുള്ള MLA ആണ് ജനീഷ് കുമാർ എന്നുള്ളത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ഉന്നയിച്ച ആരോപണം തികച്ചും, നമ്മൾ വളരെ പൊളിറ്റിക്സ് ഒക്കെ മാറ്റിവെച്ചോളൂ, രാഷ്ട്രീയം മാറ്റിവെച്ചോളൂ, പക്ഷേ തികച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണമല്ലേ? സെറ്റിട്ട് മുഖ്യമന്ത്രി വരിക എന്നാണ് പറയുന്നത്. സെറ്റിട്ട് മുഖ്യമന്ത്രി വരികയാണ്. മുഖ്യമന്ത്രി തന്നെ വളരെ വ്യക്തമായി തന്നെ ഇന്നലത്തെ മുഖ്യധാരാ മാധ്യമങ്ങളായിട്ടുള്ള നിങ്ങളുടെ മുന്നിൽ ബൈറ്റുകൾ തന്നിട്ടുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇന്നലെ പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, ദുരന്തമുഖത്ത് നിൽക്കുന്ന ക്യാമ്പുകൾ, അതുപോലെ തന്നെ ഈ പ്രദേശത്തിൽ ഏറ്റവും കൂടുതൽ ദുരന്തം ഏറ്റെടുത്ത അല്ലെങ്കിൽ ദുരന്തമുണ്ടായ 2 സ്ഥലങ്ങൾ, 3 ക്യാമ്പുകളാണ് മുഖ്യമന്ത്രി ചെന്നെത്തിയത്. ഈ പറയുന്ന ഞാൻ മനസ്സിലാക്കണം, ഞാൻ ഈ പറയുന്ന പത്തനംതിട്ട ജില്ലയെ പ്രതിനിധീകരിക്കുന്ന ഒരു യുവജന പ്രസ്ഥാനത്തിന്റെ ആളാണ്. കോന്നി എന്ന് പറയുന്ന മേഖലയിൽ ഉരുൾപൊട്ടൽ നാശം വിതച്ചു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ മനസ്സിലാക്കുന്നത്, കോന്നിയിൽ നിലവിലത്തെ സാഹചര്യത്തിൽ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകൾ പോലും തുറന്നിട്ടില്ല. ഉള്ള ഒരേ ഒരു ക്യാമ്പ് എന്ന് പറയുന്നത് എലിയറയ്ക്കലുള്ള ഈ പറയുന്ന ഗാന്ധി ഭവനിലെ കുറച്ച് അന്തേവാസികളെ അമൃത എന്ന് പറയുന്ന സ്കൂളിലേക്ക്, അമൃത വിദ്യാലയത്തിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. അത്രയും അന്തേവാസികൾ മാത്രമാണ് ദുരന്തമുഖത്തുണ്ടായ കോന്നി എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിലെ ദുരിതാശ്വാസ ക്യാമ്പ്. അവിടെയും കാര്യങ്ങൾ ക്രമീകരിക്കുവാൻ MLA ഉണ്ട്, അവിടുത്തെ ജനപ്രതിനിധികളുണ്ട്, ബാക്കിയുള്ള ആളുകളെല്ലാം ഉണ്ട്. ഈ പറയുന്ന ഒരേ ഒരു ക്യാമ്പാണ്. പിന്നെ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ള പ്രദേശങ്ങൾ തേക്കുതോടും തണ്ണിത്തോടും ചിറ്റാറും മേഖലകളൊക്കെയാണ്. ചിലതൊക്കെ അവിടൊക്കെ നാശനഷ്ടങ്ങൾ, ആളപായങ്ങളില്ല, മറിച്ച് കൃഷി നാശം വന്നിട്ടുണ്ട്. ചിലരുടെ കോഴി, ആട് അങ്ങനെയുള്ള വളർത്തു മൃഗങ്ങൾക്ക് അപായം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. ഒരു ആളപായം പോലുമില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു പ്രദേശത്ത് കമ്പാരിറ്റീവ്ലി ഈ പറയുന്ന ആറന്മുളയും ഈ പറയുന്ന തിരുവല്ലയും അതുപോലെ തന്നെ റാന്നിയുമായിട്ടുള്ള പ്രദേശത്ത് നമുക്കറിയാവുന്നത് ആളുകളുടെ വീടുകൾ ഒലിച്ചു പോകുന്നു, ആളുകളുടെ ജീവന് തന്നെ ഭീഷണിയായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. കളക്റ്റീവ് എഫർട്ട് എന്ന് പറയുമ്പോൾ ആ ജില്ലയിലെ പത്തനംതിട്ട ജില്ലയാണ് ഏറ്റവും രൂക്ഷമായി ഈ മഴക്കാലത്ത് കെടുതി അനുഭവിച്ച ഒരു ജില്ല. ആ ജില്ലയിൽ ഒരു MLA വേണമെങ്കിൽ അദ്ദേഹം അറിയുന്നില്ല, ഇങ്ങനെ യോഗം നടക്കുമ്പോൾ ഉദ്യോഗസ്ഥരെ കൂടി പങ്കെടുക്കുന്ന യോഗമാണ്. ആ യോഗത്തിലേക്ക് ആ MLA ക്ഷണിക്കാമായിരുന്നു, ഒരു അറിയിപ്പ് നൽകാമായിരുന്നില്ലേ? മുഖ്യമന്ത്രി ഓഫീസിൽ എല്ലാ സംവിധാനവും ഉണ്ടല്ലോ. നോക്കൂ, ഞാൻ പറയുന്നത് ഇതൊരു ദുരന്തമുഖമാണ്. ഈ പത്തനംതിട്ട ജില്ലയെ പ്രതിനിധീകരിക്കുന്ന, ഒരു നിയമസഭയെ പ്രതിനിധീകരിക്കുന്ന MLA ആണ് KU ജനീഷ് കുമാർ, അല്ലേ? ഇവിടുത്തെ എത്രയോ ആളുകളെ പ്രതിനിധീകരിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം ക്ഷണിച്ചിട്ടാണോ ഒരു ദുരന്തമുഖത്തേക്ക് വരേണ്ടത്? ക്ഷണിച്ചിട്ടാണോ? മുഖ്യമന്ത്രി പറയുകയാണ്, ജനീഷ് നാളെ താങ്കൾ അവിടെ വരണം എന്ന് പറഞ്ഞാൽ മാത്രമേ ഈ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് നിയമസഭാ സാമാജികനാക്കുവാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ജനസമ്മതിദാന അവകാശം രേഖപ്പെടുത്തി കോന്നിയിലെ പ്രതിനിധീകരിക്കുന്ന ജനീഷ് കുമാർ മുഖ്യമന്ത്രി വരുന്ന ഈ ദുരിതാശ്വാസത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു യോഗത്തിൽ പങ്കെടുക്കുവാൻ ജനീഷ് കുമാർ അവിടെ ക്ഷണിച്ചാൽ മാത്രമേ വരുവുള്ളൂ എന്നാണോ അദ്ദേഹം പറയുന്നത്? അടൂര് സമാനമായിട്ടുള്ള ഞങ്ങളുടെ MLA ഉണ്ടല്ലോ, CV ശാന്തകുമാർ, അദ്ദേഹം കഴിഞ്ഞ 3 ദിവസമായി ഈ കോഴഞ്ചേരിയും അതുപോലെ തന്നെ ആറന്മുള ക്യാമ്പുകളിലും പങ്കെടുക്കുന്നുണ്ടല്ലോ, ദുരിതാശ്വാസ ക്യാമ്പുകൾ വിസിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അദ്ദേഹത്തെ ആരെങ്കിലും ക്ഷണിച്ചിട്ടാണോ? ജനീഷ് കുമാർ, ഞാൻ ഇപ്പോഴും പറയുന്നു, ഈ പറയുന്ന നിയമസഭാ സാമാജികനായിട്ടുള്ള ജനീഷ് കുമാർ ഞങ്ങളോടൊപ്പം വന്നു നിന്നാൽ ഞങ്ങൾക്കത് ഏറ്റവും വലിയൊരു ഒരു വലിയ ആശ്വാസമാണ്. അദ്ദേഹത്തിന് ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ, ഈ വിഷ്ണുനാഥ് എന്ന് പറയുന്ന ഈ ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി, ഞാനടക്കം ഡയറക്ട്ലി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ദുരിതാശ്വാസ ക്യാമ്പുകളിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ അന്ന് മുതൽ ഡേ വൺ മുതൽ അദ്ദേഹം ഇവിടെയുണ്ട്. റൂം എടുത്ത് ഉറങ്ങി, അതിനൊന്നും ഞാൻ ആ ഒരു പൊളിറ്റിക്സിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെയുള്ള മറുപടികളൊന്നും ഞാൻ ഇതിനകത്തേക്ക് പറയുന്നില്ല. പക്ഷേ ജനീഷ് കുമാർ മനസ്സിലാക്കേണ്ടത്, ഒരു ദിവസം ഈ പറയുന്ന ഒരു അലേർട്ട് വന്ന ഒരു ദിവസം കൃത്യം രാവിലെ 3 മണിക്ക് ഒരു യുവജന സംവിധാനത്തിന്റെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ കൃത്യം രാവിലെ 3 മണിക്ക് വിഷ്ണുനാഥനെ വിളിക്കുകയാണ്, പറയുകയാണ്, താങ്കൾ ഇവിടെ എത്തണം, അടിയന്തരമായി എത്തണം എന്ന് പറഞ്ഞ അന്നത്തെ യോഗം അന്ന് തുടങ്ങി ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി ഇത് ഏകോപന കാര്യങ്ങൾ കേന്ദ്രീകരിച്ച് നേതൃത്വം കൊടുത്ത് ബാക്കിയുള്ള എല്ലാ ഭാരവാഹികളെയും വിളിച്ച് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും ഗവൺമെന്റ് ഓഫീഷ്യൽസിനെയും വിളിച്ച് ആ രാവിലെ 3 മണി മുതൽ ഞങ്ങൾ വീട്ടിൽ കയറുന്ന ഏകദേശം 2 മണിക്കാണ്, വെളുപ്പിന് 2 ജനീഷ് കുമാർ MLA ആണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, അതായത് ജനീഷ് കുമാർ MLA മാത്രമല്ല, ഇങ്ങനെ പരിഭവം പറയുക അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട് തുറന്നു പറയുന്നത് പോലെ ഈ കുട്ടനാട് MLA പറയുകയാണ്. അവിടെ കുട്ടനാട്ട് വല്ലാത്തൊരു സ്ഥിതിയാണ്, നമുക്കറിയാമല്ലോ, ഈ കിഴക്കൻ വെള്ളമൊക്കെ ചെന്ന് ചേരുമ്പോൾ ഉണ്ടാകുന്ന കുട്ടനാട്ടിലെ ബുദ്ധിമുട്ടുകൾ ആ MLAക്ക് തുറന്ന് പറയേണ്ടി വരുന്നത്. ഘടകകക്ഷി MLA ആണ്.
MLA പറയാണ് വിളിച്ചാൽ ഫോൺ പോലും എടുക്കുന്നില്ല മുഖ്യമന്ത്രിയുടെ ഓഫീസ്, ഒരു പ്രതികരണം ഉണ്ടാകുന്നില്ല, വല്ലാതെ പരാജയപ്പെട്ട് നിൽക്കുകയാണ് എന്ന് പറയുന്ന അവസ്ഥയുമുണ്ട്. അതൊരു ഏകസ്വരം മാത്രമല്ല. അതിന് മുഖ്യമന്ത്രി കൃത്യമായിട്ടുള്ള മറുപടി പറഞ്ഞു. ക്യാബിനറ്റ് നടത്തപ്പോഴാണ് കുട്ടനാട് MLA വിളിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ, നിങ്ങളടക്കമുള്ള ആളുകൾ റിപ്പോർട്ട് ചെയ്ത് ക്യാബിനറ്റ് നടക്കുമ്പോൾ വിളിച്ചപ്പോൾ അത് എടുക്കാൻ പറ്റിയിട്ടില്ല. ആ എടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അദ്ദേഹം ആ ബൈറ്റ് കൊടുത്തതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മറുപടിയാണത്. ക്യാബിനറ്റ് നടന്നപ്പോൾ ഒരു അടിയന്തരമായിട്ടുള്ള പ്രധാന യോഗം നടന്നപ്പോൾ കുട്ടനാട് MLA വിളിക്കുകയും അദ്ദേഹത്തിന് ആ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ ഇരിക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല. ഇതൊക്കെ മനുഷ്യന്മാരല്ലേ, ഒരു ദുരന്തമുഖത്ത് നിൽക്കുകയല്ലേ. ഒരുപാട് കോളുകൾ, ഒരുപാട് ആളുകളുടെ വേവലാതികൾ, ആവലാതികളൊക്കെ കേൾക്കേണ്ടി വരുന്ന. ഞാൻ ചോദിച്ചോട്ടെ, ഇന്നലെ മുഖ്യമന്ത്രി വന്നു. ഇന്നലെ മുഖ്യമന്ത്രി എന്തെല്ലാം ബാലിശമായിട്ടുള്ള ആരോപണങ്ങളാണ് ഇവർ ഉന്നയിച്ചത്. അവിടെ പോയില്ല, സെറ്റ് ഇട്ടിട്ട് ആ വെള്ളത്തിലിറങ്ങാൻ നിൽക്കുകയാണ്. ഞാൻ മുഖ്യമന്ത്രി വന്ന സമയം മുതൽ ഒരു ഉന്നതതല യോഗം കൂടുന്നു ഗവൺമെന്റ് ഓഫീഷ്യൽസുമായിട്ട് ഇവിടുത്തെ TVയിൽ. അത് കഴിഞ്ഞിട്ട് നേരെ പ്രളയം ബാധിച്ച ഒരു ഏരിയയിലേക്ക് ചെല്ലുന്നു. അവിടെ വെള്ളക്കെട്ട്, കാരണം അവിടെ വെള്ളത്തിലേക്ക് ഇറങ്ങേണ്ട സാഹചര്യമില്ല. കാരണം പരിപൂർണമായിട്ടുള്ള എല്ലാ ആളുകളെയും ആ തുരുത്തിൽ നിന്ന് റെസ്ക്യൂ ചെയ്ത് ഞങ്ങൾ ഇപ്പുറത്തേക്ക് എത്തിച്ചു. അവിടെ ഇനിയും ഒരാളുകൾ പോലും ഒറ്റപ്പെട്ട് കിടക്കുന്നില്ല. അപ്പോൾ വെറുതെ ബോട്ടിലേക്ക് കയറി മുഖ്യമന്ത്രി ഒരു സെറ്റ് കാണിക്കുവാൻ വേണ്ടി അങ്ങോട്ടേക്ക് പോകേണ്ടതിന്റെ ആവശ്യമില്ല. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ വ്യക്തമായിട്ടുള്ള മറുപടി, ഇവിടുന്ന് നമുക്ക് ക്യാമ്പിലേക്ക് പോകാം, ഏറ്റവും അടുത്തുള്ള ക്യാമ്പ്. അതായത് ഇതൊക്കെ താരതമ്യം ചെയ്യപ്പെടുന്നത് 2018, 19, 24 ഈ സാഹചര്യങ്ങളുമായിട്ടാണ് ദുരിതാശ്വാസ ക്യാമ്പിലെ അവസ്ഥ, ഈ പ്രദേശങ്ങളിലെ അവസ്ഥ. അപ്പോൾ അന്ന് മുൻകൈ എടുത്ത് ഇറങ്ങിയ ആളുകൾ, അപ്പോൾ അതിനുശേഷമുള്ള ഒരു കാലഘട്ടം മാറി. ഇപ്പോൾ 100 ദിവസമായിട്ടില്ല നിങ്ങളുടെ സർക്കാർ വരുമ്പോൾ ഉണ്ടാകുന്ന ആദ്യത്തെ ഒരു ദുരന്ത മുഖത്താണ് ഈ രക്ഷാപ്രവർത്തനം ഒക്കെ തന്നെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കൂടി വന്നത് വെച്ച് താരതമ്യം ചെയ്യുകയാണോ, അതോ പക്കാ ഒരു പൊളിറ്റിക്കൽ എന്ന രീതിയിലാണോ ഈ പ്രചരണങ്ങൾ അയച്ചുവിടുന്നത്? എന്താണ് MLA ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളാണല്ലോ, ഉത്തരവാദിത്തപ്പെട്ട ഒരു MLA ആണല്ലോ പറയുന്നത്. അതിനെങ്ങനെയാണ് കാണുന്നത് കോൺഗ്രസ്? രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു ആരോപണമാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകില്ല. എന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമന്ത്രി ഇതുപോലെ തന്നെ സെറ്റിട്ട് വരികയാണ്. അതുപോലെ തന്നെ PC വിഷ്ണുനാഥ്, ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി, ഇവിടെ റൂം എടുത്ത് ഉറങ്ങുകയാണ്. അത് മാത്രമല്ല, നമ്മൾ 2 ദിവസം മുൻപ് കണ്ടല്ലോ, 2 ദിവസം ഏരിയ സെക്രട്ടറി എന്താണ് ഒരു അമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ പറയണം, പിണറായി വിജയനാണ് ഏറ്റവും നല്ലവനായിരുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഈ ഗതി ഉണ്ടാവില്ല എന്നൊക്കെ ഒരു അമ്മയെ കൊണ്ട് പറയിപ്പിക്കണം. ജനീഷ് കുമാർ, വിജയേന്ദ്ര ചൂടന്റെ മറുപടി ഓരോന്നായി അദ്ദേഹം പറഞ്ഞു. ഓരോ അങ്ങ് ഉന്നയിച്ച ഓരോ കാര്യങ്ങൾക്കും പൊതുവെ അദ്ദേഹം പറയുന്നതിന്റെ അതിന്റെ രത്ന ചുരുക്കം ഇതാണ്: പക്കാ പൊളിറ്റിക്കൽ ആരോപണം, മറ്റൊന്നും കിട്ടാനില്ലാഞ്ഞുകൊണ്ട് നടത്തുന്ന ആരോപണം എന്ന നിലയിലാണ് മറുപടി, പ്രതികരണം. അല്ല, അത് ഇപ്പോൾ ജനങ്ങൾക്കൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വിജയ് പറഞ്ഞു ക്ഷണം, എനിക്ക് ക്ഷണമേ വേണ്ട, എന്നെ ക്ഷണിക്കണ്ട, ഇങ്ങനെ ഒരു മീറ്റിംഗ് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇന്നിടത്ത് വെച്ച് വിളിച്ചിട്ടുണ്ട് എന്നൊരറിയിപ്പ് കിട്ടിയാൽ മതി, ഞാൻ അവിടെ എത്തും. കാരണം എത്തേണ്ടത് എൻ്റെയും എൻ്റെ നാടിൻ്റെയും ആവശ്യമാണല്ലോ. കാരണം ഈ പോരായ്മകൾ അവിടെ പോയി ചൂണ്ടിക്കാട്ടുക, അതിനാവശ്യമായ തീരുമാനങ്ങൾ എടുക്കുക. മുമ്പ് അങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. 2018 പ്രളയമുണ്ടായപ്പോൾ ഞാൻ ഓർക്കുന്നു, അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വന്നപ്പോൾ ആ ഹെലികോപ്റ്ററിൽ മറുസൈഡിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഉണ്ട്. അതൊരു സന്ദേശമാണ് കൊടുക്കുന്നത്, കൂട്ടായാണ് പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് കൂട്ടായി താഴെ തലങ്ങൾ വരെ എല്ലാ കാര്യങ്ങളും നടന്നിട്ടുള്ളത്. വിജയ് നല്ല മിടുക്കനായ യൂത്ത് കോൺഗ്രസ് നേതാവാണ്. പക്ഷെ വിജയ്ക്ക് ഇവിടെ ആരോ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. വിജയ് ഇപ്പോൾ ആറന്മുള അടുത്ത സൈഡ് വല്ലതുമാണ്, കോന്നിയിലോട്ട് വന്നാൽ നമുക്ക് 2 പേർ കൂടെ ഈ കോന്നിയിലെ ക്യാമ്പുകളെല്ലാം ഒന്ന് സന്ദർശിക്കാം. ഒരു ക്യാമ്പ് മാത്രമേ ഉള്ളൂ എന്ന് എവിടുന്ന് കിട്ടിയ വേറാന്ന് എനിക്കറിയില്ല. അപ്പോൾ വിജയെ വിഷ്ണുനാഥ് വിളിച്ചിട്ടുണ്ടാവാം, യൂത്ത് കോൺഗ്രസ്സുകാരെ അവരെല്ലാം വിളിച്ചിട്ടുണ്ട്. ഇവിടെയും എല്ലാ ഘടകകക്ഷി നേതാക്കന്മാരെ എല്ലാം വിളിച്ചിട്ടുണ്ട്. പക്ഷെ ഔദ്യോഗിക സംവിധാനത്തെ ഉപയോഗിച്ച് ഈ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ഏകോപനം കൊടുത്തിട്ടില്ല. ഞാൻ ചോദിച്ചോട്ടെ, എന്തുമാത്രം വൈദ്യുതിയാണ് മേഖലയിലാണ്, എന്തുമാത്രം പോസ്റ്റുകൾ തകർന്നു, എന്തെല്ലാം പ്രയാസങ്ങളുണ്ടാകുന്നു. മുമ്പ് നമ്മൾ എങ്ങനെയാണ് അതിനെ അതിജീവിച്ചത്? പുറത്തുനിന്ന് ജീവനക്കാർ വരികയല്ലായിരുന്നോ? വന്ന് അവരെല്ലാം ശരിയാക്കും. ഇതിവരെത്ര ദിവസം കൊണ്ട് തീർക്കും? എത്ര ദിവസമായിട്ട് മരുന്നുൾപ്പെടെ ഫ്രിഡ്ജിലെല്ലാം വെക്കുന്ന മരുന്നുൾപ്പെടെ മുഖ്യമന്ത്രി വന്നില്ല എന്നതുകൊണ്ട് ബാക്കിയെല്ലാം എന്താണ് ഉദ്യോഗസ്ഥ സംവിധാനമായാലും അവിടെ ഏകോപിപ്പിക്കാൻ ജനപ്രതി എന്ന നിലയിൽ താങ്കളുമുണ്ട്. അപ്പോൾ കാര്യങ്ങൾ യഥാവിധി നടക്കുന്നില്ലേ അവിടെ?
അല്ല, ഇത് ഇവരെ കൊണ്ട് ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, 6 പേർ ചെയ്യേണ്ടത് 300 പേരുടെ ജോലിയാണ്. നമുക്ക് എന്ത് ചെയ്ത് ചെയ്യിപ്പിക്കാൻ പറ്റും? വകയാർ സെക്ഷനിലുള്ളത്, ഇവിടെ കോന്നി വകയാർ സെക്ഷനിലുള്ളത് 6 ജീവനക്കാരാണ്. അവിടെ ആ പഞ്ചായത്ത് ഫുള്ള് മരം വീണ് കൊക്കാത്തോടെ കിലോമീറ്റർ കണക്ക് പോസ്റ്റും എല്ലാം ഒടിഞ്ഞു നിൽക്കുകയാണ്. അവർക്ക് ചെയ്യുന്നതിൽ പരിമിതികളില്ലേ? ആ പരിമിതികൾ നമുക്ക് ഇതേപോലെയുള്ള ദുരന്തം ഉണ്ടാകുമ്പോൾ മുൻ അനുഭവം വെച്ച് അത് എങ്ങനെയാണ് അത് മറികടക്കേണ്ടത്? കൂടുതൽ ജീവനക്കാരെത്തിയല്ലേ? ഇപ്പം കൃഷി ഓഫീസർമാരില്ല പലയിടത്തും. ഇവർക്ക് ഫീൽഡിൽ പോകണമെങ്കിൽ താങ്കൾ പറയുന്നത് കോന്നിയുടെ കാര്യങ്ങൾ, ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഖ്യമന്ത്രി വന്നുപോയ ക്യാമ്പുകൾ, റാന്നിയിലെ ക്യാമ്പായാലും ശരി, ആറന്മുള ഏറ്റവും കൂടുതൽ ദുരന്തം ബാധിച്ച മേഖല ആറന്മുള, തിരുവല്ല, ഇവിടെയൊക്കെയുള്ള സ്ഥിതി എങ്ങനെയാണ്? അപ്പോൾ ഇതിൽ അവിടെയൊന്നും കാര്യങ്ങൾ, അവിടെയൊക്കെ കാര്യങ്ങൾ അതിവേഗം നടക്കുന്നു എന്നാണോ? കോന്നിയിൽ കാര്യങ്ങൾ നടക്കുന്നില്ല, അതായത് ഉദ്യോഗസ്ഥർക്കൊരു മെല്ലെപ്പോക്കുണ്ട്, അങ്ങനെയാണോ? അല്ല, അതിനെ സംബന്ധിച്ച് മാധ്യമങ്ങൾ തന്നെ, ഇതിപ്പോൾ കോന്നിയിലെ പ്രശ്നമല്ല, മാധ്യമങ്ങൾ തന്നെ ഈ കാര്യങ്ങളെല്ലാം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. എത്രാമത്തെ ദിവസമാണ് ഓരോ ക്യാമ്പിലും കറണ്ട് എത്തിയത്? എത്രാമത്തെ ദിവസമാണ് ഇപ്പോഴും ടോയ്ലറ്റുകൾ എത്രണ്ണം ഉണ്ട് പല ക്യാമ്പുകളിലും? എന്താണ് ഓരോ ക്യാമ്പിലെയും സ്ഥിതി എന്നെല്ലാം ഇപ്പോൾ ക്യാമ്പുകളുള്ള സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ജനങ്ങളും മറ്റുമെല്ലാം പറയുന്നുണ്ടല്ലോ. അപ്പം ഇതെല്ലാം പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഈ പറയുന്ന ഏകോപനത്തിൻ്റെയും നിർദ്ദേശങ്ങൾ അപ്പാടെ താഴേക്ക് എത്തുന്നതിലും ഒക്കെ ഉണ്ടായിട്ടുള്ള പ്രയാസമാണ്. ഞാൻ സെറ്റിട്ടു എന്ന് പറഞ്ഞതിൽ എന്താ തെറ്റ്? ഞാനാണോ അത് ആദ്യം പറയുന്നത്? കേരളത്തിലെ ഒരു പ്രമുഖമായ മാധ്യമ പ്രവർത്തകൻ ഇന്നലെ അയാളുടെ ഫേസ്ബുക്കിൽ കുറിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞെന്താ, 12:30 മുഖ്യമന്ത്രി മല്ലപ്പുഴശ്ശേരിയിലെ ഇന്ന കേന്ദ്രത്തിൽ വരുമെന്ന് പറയുന്നു. ഞങ്ങൾ ഹെലിക്യാം ഉൾപ്പെടെ എല്ലാ ക്യാമറ സംവിധാനവുമായി അവിടെ സെറ്റായി നിന്നു. അതിനുശേഷം 1:19 വരുന്നു, 1:20 മുണ്ട് മടക്കി കുത്തുന്നു. മുണ്ട് മടക്കി കുത്തുമ്പോൾ ഞാൻ കരുതി ആ വെള്ളത്തിലൂടെ മുമ്പോട്ട് പോകാൻ വേണ്ടി ആയിരിക്കും എന്ന്. അപ്പോൾ അവിടെ അബിൻ ബർക്കി വന്ന് എങ്ങോട്ടോ കൈ ചൂണ്ടി എന്തോ പറയുന്നതായി ദുരന്തത്തിലൊക്കെ അങ്ങനെ അഭിനയിക്കാൻ നമുക്ക് റീൽസ് എടുക്കാനൊക്കെ പറ്റുമോ? ശ്രീ ജനീഷ് കുമാർ, സാമാന്യമായിട്ട് ചിന്തിച്ചൂടെ? നമുക്ക് ദുരന്തമാണ്, ദുരന്ത മുഖത്തൊക്കെ അങ്ങനെ എന്റെ മുഖം, എന്റെ ഫിഗർ അങ്ങനെയൊക്കെ കാണിക്കുമോ? അല്ല, നമുക്കിതെല്ലാം ഞാൻ സത്യം പറഞ്ഞാൽ വല്ലാത്ത അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഞങ്ങളല്ല ഇതൊന്നും കാണുന്നതും വിമർശിക്കുന്നതും, മാധ്യമപ്രവർത്തകർ തന്നെ ഇതെല്ലാം വിമർശിച്ച് വരികയല്ലേ. പ്രധാനപ്പെട്ട ഒരു മാധ്യമ സ്ഥാപനത്തിൻ്റെ ഒരു റിപ്പോർട്ടർ അവിടെ പങ്കെടുത്ത ആളാണ് ഫേസ്ബുക്കിൽ ഇട്ടത്. നേരെ അവിടുന്ന് റാന്നിയിൽ പോകുന്നു. റാന്നിയിൽ പോയിട്ട് അവിടെ നിന്ന് നിവേദനങ്ങൾ വാങ്ങുമ്പോൾ ദുരന്ത നിവാരണ ചെയർമാന് അവിടെ എത്താൻ കഴിയുന്നില്ല. അദ്ദേഹം ബാക്കിൽ മാറി നിൽക്കുക. ഉള്ള സകലമാന കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും എല്ലാം കൂടി ഇടിച്ചവിടെ നിൽക്കുകയാണ്. ഇത് കോൺഗ്രസ് പരിപാടിയല്ലല്ലോ, ഔദ്യോഗിക പരിപാടിയല്ലേ. അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ആ ദുരന്ത നിവാരണ ചെയർമാനെയെങ്കിലും ഒന്ന് കൂടെ നിർത്തണ്ടേ? എന്നിട്ട് അവിടുന്ന് നേരെ തിരുവല്ലയ്ക്ക് പോകുന്നു. തിരുവല്ലയിൽ എത്ര പേരുള്ള ക്യാമ്പാണ് സന്ദർശിച്ചത്? അവിടെ വലിയ ആളുകളുള്ള ക്യാമ്പുകൾ ഉണ്ടായിരുന്നല്ലോ. എന്നിട്ട് ആ കുറച്ചാളുള്ള വിശ്വനാഥൊക്കെ ഒരു പണിയും എടുക്കാതെ റൂം എടുത്തങ്ങ് ഉറങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് പൊരുത്തക്കേടുണ്ടോ? അതിൽ ഒരു പൊരുത്തക്കേടുമില്ല. ഇനി പറയാതെ പോകാൻ വേണ്ടി കഴിയില്ലോ. PC വിശ്വനാഥ് ഇവിടെ വന്നിട്ട് ഒരു ദിവസമെങ്കിലും ഒരു ഓൺലൈൻ മതിയെന്നേ ഒരു യോഗം കോർഡിനേഷന് ഭാഗമായി വിളിച്ചിട്ടുണ്ടോ? ഓരോ സ്ഥലത്ത് എല്ലാം മാധ്യമപ്പട പോകും, ഫോട്ടോ എടുക്കും, മടങ്ങും എന്നതിനപ്പുറത്തേക്ക് എന്താ നടക്കുന്നത്? ഇപ്പം ഞാൻ ചോദിച്ചോട്ടെ, ഞങ്ങൾ ഇത് ഇപ്പം രാജു അബ്രഹാം തൊട്ട് പിറ്റേ ദിവസം തന്നെ പറഞ്ഞല്ലോ, ഇത് മൂഴിയാർ ഡാം തുറന്നുവിട്ട ഡാമുകൾ 3 തുറന്നു വിട്ടതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു സ്പോൺസേഡ് ദുരന്തമാണ്, പ്രളയമാണ് പറഞ്ഞല്ലോ. അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കേണ്ടേ? അതിന് മറുപടി റവന്യൂ മന്ത്രി പറഞ്ഞല്ലോ. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ്, അല്ലെങ്കിൽ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാലാവസ്ഥാ വകുപ്പാണ് അറിയിപ്പ് നൽകേണ്ടത്. കാലാവസ്ഥ അപ്ഡേറ്റ് യഥാവിധി വരുന്ന അപ്ഡേറ്റുകളെല്ലാം ഞങ്ങൾ നൽകാറുണ്ട്, അറിയിക്കാറുണ്ട് എന്ന് മറുപടി പറയുകയും ചെയ്തു റവന്യൂ മന്ത്രി.
അല്ല, അതിനകത്ത് എന്ത് യുക്തി? ഞാൻ ചോദിച്ചാൽ നാളെ ഇത് ആവർത്തിക്കാതിരിക്കണ്ടേ? ഉണ്ടായ സംഭവം എന്താ? ഉണ്ടായ സംഭവം എന്ന് പറഞ്ഞാൽ 2019 ശേഷം 18 ശേഷം റാന്നി ടൗണിൽ 2026 വരെ വെള്ളം കയറിയിട്ടില്ല. വെള്ളം കയറാതിരിക്കാനുള്ള കാരണം എന്താ? ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കും എന്നുള്ളത് കൊണ്ടായിരുന്നു. ഈ വർഷം ആ മുന്നൊരുക്കങ്ങൾ സ്വീകരിച്ചിട്ടില്ല. ഇത് പറയുമ്പോൾ രാത്രി 31-ാം തീയതി രാത്രി 12:25 മൂഴിയാർ ഡാം തുറന്നു വിടുന്നത്. 1:30 ആ വെള്ളം അള്ളുങ്കൽ ഡാമിലെത്തി. അള്ളുങ്കൽ ഡാമിൻ്റെ 6 ഷട്ടറുകളും 1:30 തുറക്കേണ്ടി വന്നു. ആ വെള്ളം 2:20 കാരികയം ഡാമിലെത്തി. ആ കാരികയം ഡാമിൻ്റെ 7 ഷട്ടറുകളും 2:20 തുറക്കേണ്ടി വന്നു. റാന്നി ഉപാസനക്കടവിൽ വെള്ളം കയറുന്നത് 3:50 ഈ ഡാം തുറന്നു വന്ന വെള്ളമാണ്. സാധാരണഗതിയിൽ കാരികയം ഡാമിൽ ഉൽപാദനം കഴിഞ്ഞ് പുറത്തു വരുന്ന വെള്ളത്തിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 80 ക്യൂബിക്സ് വെള്ളമാണ് ഉൽപാദനം കഴിഞ്ഞ് പുറത്തു വരുന്നത്. അവിടുന്ന് പിന്നീട് കല്ലാറിലെ വെള്ളവും അതോടൊപ്പം തന്നെ പമ്പയാറിലെ വെള്ളവും കൂടി കയറിക്കഴിഞ്ഞാൽ സാധാരണഗതിയിൽ റാന്നിയിൽ പമ്പാ നദി 200 ക്യൂബിക്സ് വെള്ളമാണ് ഒരു സെക്കൻഡിൽ പുറത്തു പോകുന്നത്. അവിടെയാണ് കാരികയം ഡാമിൽ നിന്ന് മാത്രം, ഡാം ചെറുതോ വലുതോ എന്നുള്ള പ്രശ്നമല്ല, ഷട്ടർ തുറന്ന് വെള്ളം പുറത്തേക്ക് പോകുന്ന അളവിലാണ് കാര്യം. 750 ക്യൂബിക്സ് വെള്ളമാണ് നമുക്ക് സമയക്കുറവുള്ളതുകൊണ്ടാണ്. എന്തായാലും അങ്ങ് പറഞ്ഞ കാര്യങ്ങളെല്ലാം എല്ലാവരും കേൾക്കുന്നുണ്ടാവണം. അപ്പോൾ അടിയന്തര ഇടപെടൽ ആവശ്യമുള്ള കാര്യം തന്നെയാണ് അങ്ങ് പറയുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും അത് പരിശോധിക്കപ്പെടേണ്ടതാണ്. ശ്രീ വിജയ് ഇന്ദുചൂടൻ, അവസാനമായി കേട്ടുമില്ല, നമ്മൾ ഈ ദുരന്തത്തിൽ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ രാഷ്ട്രീയം ചർച്ച ചെയ്യുന്നത് അത് അതിലൊരു നൈതിക പ്രശ്നമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു MLA അവിടുത്തെ ജനങ്ങളെ അഡ്രസ് ചെയ്താണ് സംസാരിക്കുന്നത്. അത് രജിസ്റ്റർ ചെയ്യപ്പെടുക തന്നെ വേണ്ടതല്ലേ? അഡ്രസ് ചെയ്ത് സംസാരിക്കുന്ന വളരെ കാര്യക്ഷമതയോടുകൂടി പ്രവർത്തിക്കുന്ന MLA ആണെന്നാണ് തന്നെയാണ് എന്റെ വിശ്വാസം. കാരണം അതുകൊണ്ടാണ് രണ്ടാമതും ജനങ്ങൾ തിരഞ്ഞെടുത്തത്. പക്ഷേ ശ്രീ ജനീഷ് പറയുന്ന ചില ആരോപണങ്ങൾ വളരെ ബാലിശമായി, നമ്മൾ എത്രയോ ഗുരുതരമായിട്ടുള്ള ആരോപണം. ഒരു ജില്ലയുടെ ചുമതലയുള്ള ഒരു മന്ത്രി റൂം എടുത്ത് ഉറങ്ങുകയാണ്, അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇനി അത് മാത്രമല്ല, നിങ്ങൾ ചോദിച്ച വാലിഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കോന്നിയിൽ മുഖ്യമന്ത്രി വരാത്തത് കൊണ്ട് അവിടെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നില്ലേ? അവിടെ MLA ഉണ്ടായിട്ടും ഈ കാര്യങ്ങൾ കൃത്യമായി ബാക്കിയുള്ള 3 സ്ഥലങ്ങളെ കാര്യങ്ങൾ, തിരുവല്ലയാണെങ്കിലും റാന്നി ആണെങ്കിലും ആറന്മുളയാണെങ്കിലും അവിടെയൊക്കെ MLA-മാരുണ്ടല്ലോ, കോൺഗ്രസിന്റെ പ്രതിനിധികളാണ്. അവരൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രി വന്നതുകൊണ്ട് മാത്രമാണോ ഈ പറയുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒരു ദുരന്തം നടന്നപ്പോൾ കാര്യങ്ങൾ കറക്റ്റായി നടക്കാത്തത്? അല്ലെങ്കിൽ KU ജനീഷ് കുമാർ അതിന് കേപ്പബിൾ അല്ല എന്ന് തന്നെയാണോ അദ്ദേഹം തന്നെ സ്ഥാപിക്കുന്നത്? അല്ലല്ലോ. അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ ജനീഷ് കുമാർ അത് പറയണം. ഇനി അതല്ല, ഈ പറയുന്നത് പോലെ മൂഴിയാർ ഡാമിന്റെ കാര്യം പറഞ്ഞു, കാര്യങ്ങൾ ഈ പിന്നെയും ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. 2018-ലും 2019-ലും ഉണ്ടായ പ്രളയം പിന്നീട് ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. ആവർത്തിക്കരുത് സാർ, അത് ആവർത്തിക്കരുത്. എന്തുകൊണ്ടാണ് അത് വീണ്ടും ആവർത്തിച്ചത്? നിങ്ങളൊരു പഠന റിപ്പോർട്ടെങ്കിലും അതിന്റെ പേരിൽ ഉണ്ടാക്കിയിട്ടുണ്ടോ? 2018-ലെ വലിയ മഹാപ്രളയത്തിന് ശേഷം പഠിക്കുവാനായി റൂം ഫോർ റിവർ എന്ന് പറയുന്ന ഒരു സംവിധാനം നിങ്ങൾ ഉണ്ടാക്കിയല്ലോ. എന്തെങ്കിലും ഒരു റിപ്പോർട്ട്, അടിസ്ഥാനപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു റിപ്പോർട്ട് നിങ്ങളുടെ കൈവശമുണ്ടോ? ന്യൂസിലൻഡിൽ നിന്നും ബാക്കിയുള്ള ഏരിയയിൽ നിന്നുമൊക്കെ പഠന റിപ്പോർട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥർക്കുമായി ബന്ധപ്പെട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇതിന്റെ എന്തെങ്കിലും പഠനം നടന്നിട്ടുണ്ടോ? ഇനിയും ഒരു പ്രളയം ഉണ്ടായാൽ കേരളം എങ്ങനെ അഭിമുഖീകരിക്കണം, എങ്ങനെ ഫേസ് ചെയ്യണമെന്ന് ഇവിടുത്തെ ജനങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ ഉള്ള ഒരു മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ 2 മാസം പ്രായമുള്ള ഒരു സർക്കാരാണിത്. 2 മാസം മാത്രം പ്രായമുള്ള ഒരു സർക്കാർ. ആ മുഖ്യമന്ത്രി ജനങ്ങളുമായി കറക്റ്റായിട്ട് ഇടപെടുന്നു. ഈ പറയുന്ന പ്രളയബാധിത പ്രദേശങ്ങളിൽ പോകുന്നു. മുഖ്യമന്ത്രി ഡയറക്റ്റായിട്ട് ഇവിടുത്തെ ജനപ്രതിനിധികളുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട്, ഞങ്ങൾ പറയുന്നില്ല 100% പെർഫെക്റ്റായി ഈ കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് ഞങ്ങൾ ആരും പറയുന്നില്ല. കാരണം നമ്മളൊക്കെ മനുഷ്യരാണ്, വീഴ്ചകൾ സംഭവിക്കാം. പക്ഷെ ആ വീഴ്ചകൾ നിന്നുകൊണ്ട് ഈ ദുരന്തമുഖത്ത് നിന്നുകൊണ്ട് ഇത് എങ്ങനെ ഈ കേരളത്തെ ചേർത്ത് പിടിക്കാമെന്നുള്ളതാണ് ഞങ്ങൾ ഓരോരുത്തരും നോക്കുന്നത്. അപ്പോൾ ബാലിശമായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഇങ്ങനെയുള്ള അബിൻ വർക്കി പിന്നെ ദൂരേക്ക് ചൂണ്ടിക്കാണിച്ച് എന്തോ ഒന്ന് പറയുന്നു. എന്തോ ഒന്നല്ല സാർ പറഞ്ഞത്, എന്തോ ഒന്നല്ല. അവിടുത്തെ മുഴുവൻ ആളുകളെയും, ആ തുരുത്തിലെ മുഴുവൻ ആളുകളെയും ഞങ്ങളും ഇവിടുത്തെ ആളുകളും കൂടെ റെസ്ക്യൂ ചെയ്ത് ഇപ്പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി അവിടെ ആരുമില്ല CM, ഇനി നമുക്ക് പോകേണ്ടത് ക്യാമ്പിലേക്കാണ് എന്നാണ് അവിടുത്തെ ജനപ്രതിനിധികൾ പറയുന്നത്. എന്തോ ഒന്നല്ല പറയുന്നത്. ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്.
ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. അവിടെ ജനപ്രതിനിധികൾ പറയുന്നത് ഇവിടുത്തെ എല്ലാ ആളുകളെയും ഞാൻ ഒറ്റക്കെട്ടായി, അവിടെ രാഷ്ട്രീയമില്ല, അവിടെ പല ആളുകളുണ്ട്, CPM ആളുകൾ ഉണ്ടായിരുന്നു, അവിടെ ഈ പറയുന്ന കോൺഗ്രസിന്റെ ആളുകൾ ഉണ്ടായിരുന്നു, അവിടെ യുവമോർച്ചയുടെ ആളുകൾ, BJP ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടെ ഒറ്റക്കെട്ടായി ഈ പറയുന്ന ആറന്മുള ഐക്യര ജംഗ്ഷൻ എന്ന് പറയുന്ന ഒരു ജംഗ്ഷനിലാണ് സംഭവിച്ചിട്ടുള്ളത്. എന്തോ ഒന്ന് ചൂണ്ടിക്കാണിച്ചല്ല പറയുന്നത്, എന്തോ അല്ല പറയുന്നത്, കൃത്യമായി തന്നെ പറയുന്നു. അവിടുത്തെ എല്ലാ ആളുകളെയും മൃഗങ്ങളെയും ഞങ്ങൾ ഇപ്പുറത്ത് റെസ്ക്യൂ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് പോകേണ്ടത് അടുത്ത ക്യാമ്പിലേക്കാണ്. ആ ക്യാമ്പിലാണ് ആളുകൾ ഉള്ളത്. അവിടെ ചെന്ന് വളരെ വ്യക്തമായി തന്നെ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, എന്താണ് അവരുടെ ആവശ്യമെന്ന് ചോദിച്ചറിയുന്നു. അതൊക്കെ മുഖ്യമന്ത്രി ചെയ്ത ഏറ്റവും വലിയ കാര്യങ്ങളെ നിങ്ങൾ പ്രശംസിക്കേണ്ട, നിങ്ങൾ അതിനെയൊന്നും നിങ്ങളെ അതിനൊന്നും അഡ്രസ് ചെയ്യേണ്ട. പക്ഷേ ശ്രീ ജനീഷ്, ഒരു ചോദ്യം വന്നതുകൊണ്ടാണ് 30 സെക്കൻഡിൽ മറുപടി. ആ ചോദ്യങ്ങൾ തുടർച്ചയായി ഉന്നയിക്കുന്നു. ആ പ്രതികരണത്തിൽ നേരത്തെ വിജയ് ഇന്ദുചൂടൻ മറുപടി പെട്ടെന്ന്. അല്ല, ഈ പഠന റിപ്പോർട്ടൊന്നും വേണ്ട. ഒരു ഇതെങ്ങനെ അതിജീവിക്കാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി അതിനുശേഷമുള്ള ഗവൺമെൻറ്റുകൾ ചെയ്ത നടപടികളുണ്ട്. ആ നടപടികൾ സ്വീകരിച്ചാൽ മതി. എന്താ, മഴ പെയ്യുമെന്ന് മുൻകൂട്ടി അറിയിപ്പ് കിട്ടുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഈ പറയുന്ന ഡാമുകൾ കൂടുതൽ വെള്ളം സംഭരിച്ച് നിർത്താൻ കഴിയുന്ന നിലയിലേക്ക് അവിടുത്തെ പകല് തന്നെ അവിടുത്തെ വെള്ളമെല്ലാം ഒഴുക്കിക്കളഞ്ഞ് അതിന് തയ്യാറാക്കി നിർത്തണം. ഇതുണ്ടായില്ല. അതുണ്ടാകാഞ്ഞത് കൊണ്ടാണ് രാത്രിയിൽ ഈ മഴ സമയത്തു തന്നെ ഈ ഡാം ഒരു മുന്നറിയിപ്പും ഇല്ലാതെ തുറന്നു വിടേണ്ടി വന്നത്. ഡാം തുറന്നു വിടാനും പ്രോട്ടോക്കോളുകൾ പ്രകാരം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ? ഒരു കാര്യവും ചെയ്തില്ല. ചെയ്യാതെ തുറന്നു വിട്ടത് കൊണ്ടാണ് ഈ പറയുന്ന ഒരു ദുരന്തം അവിടെ ഉണ്ടായത്. ഇന്നിപ്പോൾ പറയുക തോട്ടപ്പള്ളിയിലെ മാലിന്യങ്ങളെല്ലാം നീക്കുന്ന ജോലി ഞങ്ങൾ തുടങ്ങിയെന്ന്. നിങ്ങൾ അതിന് അധിക സമയമൊന്നും വേണ്ട, എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്നതല്ലേ. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ വെള്ളമെല്ലാം കടലിലേക്ക് ഇറങ്ങിപ്പോയേനേയും. അതൊന്നും ചെയ്യുന്നില്ല. എന്ത് പറഞ്ഞാലും 2 മാസം. ഞാൻ ചോദിച്ചോട്ടെ, മന്ത്രി ഓഫീസുകളൊന്ന് ക്രമപ്പെടുത്താൻ ഇത്രയും സമയം പോരെ? ഏത് മന്ത്രിയെ വിളിച്ചാലാണ് ഫോൺ എടുക്കുന്നത്? ഒരു മന്ത്രിയെ വിളിച്ചാലും ഫോൺ എടുക്കുന്നില്ല. ഞാൻ ഓർത്തത് ഇനി പ്രതിപക്ഷ MLA, ഇന്നിപ്പം നമ്മുടെ കുട്ടനാട് MLA പറഞ്ഞില്ലേ, അദ്ദേഹം വിളിച്ചിട്ടും എടുക്കുന്നില്ല എന്ന്. ഈ പ്രളയ സമയത്ത് ഒരു മന്ത്രിമാരെ വിളിച്ചാലും കിട്ടുന്നില്ല. ഈ ദുരന്തം ഉണ്ടാകുമ്പോൾ അവരുടെ വകുപ്പിൽ ഇടപെടാൻ വേണ്ടി ഞാൻ 2 മന്ത്രിമാരെ വിളിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രിയെ ഞാൻ വിളിച്ചു, അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. അതോടൊപ്പം തന്നെ കൃഷി വകുപ്പ് മന്ത്രിയെ ഞാൻ വിളിച്ചു, അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. ഞാൻ വിളിച്ചെന്തിനാ? ഇവിടെ കാളിനെ തരണം, കൂടുതൽ ആളുകളെ തരണം എന്ന് പറഞ്ഞ അവസാനം. ശ്രീ വിജയ് ഇന്ദുചൂടൻ, എന്തായാലും വളരെയധികം നന്ദി. എന്തായാലും ജനീഷ് കുമാർ MLA മുന്നോട്ട് വയ്ക്കുന്ന പരിഭവങ്ങളെ ആ നിലയിൽ അഡ്രസ് ചെയ്യപ്പെടേണ്ടതാണ്. കോന്നിയിൽ അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ആളുകൾക്ക് ഇനിയും നേരിടുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും പരിഹരിക്കപ്പെടുക തന്നെ വേണം.